ഗൈസ്, ഞാനുണ്ടല്ലോ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒന്ന് വന്ന് കുളിച്ച് ഫുഡ് കഴിച്ചു. പത്തിരിയും ഓംലെറ്റൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. കുറച്ച് നാട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. കുറച്ച് ഇത്തവണ വെക്കേഷൻ ഇത്തിരി ഉണ്ട്. കുറച്ച് ഡേയ്സ് നമുക്കിവിടെ വെക്കേഷൻ ഉണ്ട്. ഒരു അറൗണ്ട് 1 month എന്തായാലും കിട്ടും. സോ വാട്ട് ടു ഡു, നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതുണ്ടോ, നല്ല രസമില്ലേ? ഞാൻ ഇവിടെ വന്ന് ഫ്രിഡ്ജ് നോക്കിയവരുണ്ട് കുറച്ച് റംബൂട്ടാൻ. ഞാൻ ചോദിച്ചു ഇതൊക്കെ എനിക്കുള്ളതാ പറഞ്ഞു. ഇനി ഇതൊക്കെ നമുക്ക് കഴിക്കാം. ഡോണ്ട് മൈൻഡ് ദിസ്. ഓക്കെ, ചെറുങ്ങനെ വെള്ളം കുടിച്ചതായിരുന്നു ആൻഡ് വെള്ളം പറഞ്ഞു. ലെറ്റ്സ് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ വന്നു കേട്ടോ. അതാണ് ഞാൻ അങ്ങോട്ട് നോക്കി സംസാരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ കട്ട് ചെയ്യലൊക്കെ നിർത്തി ഡയറക്റ്റ് അമ്മയ്ക്ക് തന്നെ കൊടുത്തു. അമ്മ ഇങ്ങനെ കട്ട് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ആൻഡ് ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണാനും നല്ല കളറും ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് നല്ലപോലെ ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മധുരമൊക്കെ ആയിരുന്നു. ദിസ് ഇസ് സൂപ്പർ ഗുഡ്. നല്ല മധുരമുണ്ട്. ഉണ്ടല്ലോ, ഏട്ടൻ്റെ വീട് വരെ ഒന്ന് പോയി. അവിടെ നിന്ന് കുറച്ച് റംബൂട്ടാൻ അവിടെ നിന്നും കഴിച്ചു. മൂന്നു കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ തിരിച്ച് വീണ്ടും വീട്ടിലെത്തി. വെയിലായതുകൊണ്ട് ഓടിയതിൻ്റെ അവസ്ഥയായിരുന്നു കേട്ടോ അത്. പിന്നെ ഞാൻ അവിടെ ഒരു മുട്ടായി ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ ലഞ്ച് കഴിച്ചു. അത് വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു കഴിക്കുമ്പോൾ. ഞാൻ ആക്ച്വലി ഇന്ന് താഴെ ഏട്ടൻ്റെ വീട്ടിലൊക്കെ പോയി തിരിച്ച് വന്ന് ആ മുട്ടായും കഴിച്ച് ഒരൊറ്റ കിടന്ന് ഉറങ്ങലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വൈകുന്നേരം എണീക്കുന്നത്, അന്നേരമാണ് പിന്നെ കഴിക്കുന്നത്. പിന്നെ ഇത്തവണ മാങ്ങ സീസണിൻ്റെ സമയത്തൊന്നും ഞാനിവിടെ ഇല്ലായിരുന്നു കേട്ടോ. ഇവിടെ ഉണ്ടായ മാങ്ങ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ബാംഗ്ലൂരേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലാണ്ട് ഇവിടെ നാട്ടിലാണെങ്കിൽ കുറേ കഴിക്കില്ലേ, അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാനിവിടെ വരുന്ന സമയത്ത് എനിക്കിവിടെ ഇച്ചിരി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എല്ലാം കൂടെ പഴുത്ത മാങ്ങ തന്നെ ഉപ്പും മുളകും ഇട്ടിട്ട് കഴിക്കാൻ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പും മുളകും ഇട്ട് കഴിക്കാൻ, പഴുത്ത മാങ്ങയും അങ്ങനെ കഴിക്കാൻ. അങ്ങനെ ഇത്തിരി ഉപ്പും മുളകൊക്കെ ഇട്ട് ഞാൻ കഴിക്കുകയാണ് കേട്ടോ. അമ്മയാണെങ്കിൽ അവിടെ TV കാണുന്നുണ്ട്. സോ ഞാൻ അതും നോക്കി ഇങ്ങനെ മെല്ലെ മെല്ലെ കഴിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഈ ഡേ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞ് ഡിന്നറൊക്കെ കഴിച്ചു പിന്നെ നേരെ വന്ന് കിടന്നുറങ്ങി. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ലായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത ദിവസം ഈ ബാക്കിൽ കാണുന്ന ആൾമാരുണ്ടല്ലോ, അത് നമ്മൾ മേലത്തെ റൂമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടെ വന്നിട്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഞാൻ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അനിയും വന്നിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഓരോ കഥയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കുകയായിരുന്നു കേട്ടോ. ഗുഡ് മോർണിംഗ്. ചായ ഒക്കെ കുടിച്ചിരിക്കുക കേട്ടോ. ഒരു പുതിയ കുരു വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് താഴെപ്പോണം ഏട്ടൻ്റെ വീട്ടിൽ. ആക്ച്വലി ഇന്നലെ ഞാൻ മൊത്തം വ്ളോഗ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇന്നലെ വന്ന് ഉറക്കമായിപ്പോയി. 12 മണിയോടെ തന്നെ ഞാൻ കിടന്നുറങ്ങി. എന്നിട്ട് എണീച്ചത് 4:40 അങ്ങനെയൊക്കെ ആകുമ്പോൾ. എന്നിട്ട് നേരെ ഫുഡ് കഴിച്ചു. ഒന്ന് കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോയി ഇങ്ങ് വന്നു. പിന്നെ നേരെ ഫുഡ് കഴിച്ചു, കിടന്നുറങ്ങി. അങ്ങനെയൊക്കെയായിരുന്നു ഇന്നലത്തെ ദിവസം. സോ ഇന്നെന്തെങ്കിലുമൊക്കെ നടന്നാൽ അത് ക്യാപ്ചർ ചെയ്ത് ഇന്ന് എന്തേലൊക്കെ നടക്കുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഞാനിത് കുറച്ച് ഇങ്ങനെ വീഡിയോസ് ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. കുറച്ച് ഡേയ്സ് ഇൻ മൈ ലൈഫ്. പിന്നെ ഞാൻ നേരെ താഴെ ഏട്ടൻ്റെ വീട്ടിൽ പോയി ചെറിയൊരു റൂം ഷിഫ്റ്റിംഗ് നടന്നു. ആക്ച്വലി ഞാൻ അപ്പുറത്തെ റൂമിലായിരുന്നു ഉണ്ടാവല്. ഇത്തവണ വന്ന സമയത്ത് ഞാൻ റൂം മാറിയിട്ടുണ്ട്. ആൻഡ് ഒരു ന്യൂ അൾമാര ഇവിടെ റൂമിലെത്തിച്ചു. അന്ന് കണ്ടോ അതൊക്കെ ഭയങ്കര അവസ്ഥയാണ്, ഞാൻ കാണിക്കുന്നില്ല. നമുക്ക് ഇന്നത്തെ പരിപാടി മിക്കവാറും ഇരുമ്പിലായിരിക്കും. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് നല്ല മന്തിയായിരുന്നു കേട്ടോ. ഞാനതൊന്നും എടുത്തില്ല. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് സിനിമ ഒന്നുമില്ല, ഒരു സിനിമ ഉണ്ട്, അതിരടി സിനിമ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം പോയിക്കൊണ്ടിരുന്നത്. എങ്ങനെയാ തുടങ്ങല്ലേ? ദർ ഈസ് എ ലിറ്റിൽ സംതിങ് ഓൺ ദി ക്യാമറ. ഈ അൾമാര മേലെ എത്തിക്കിട്ടിയാൽ മാത്രം മതിയായിരുന്നു കേട്ടോ. ബാക്കിയെല്ലാം ഞാൻ തന്നെയാണ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം മൂവ് ചെയ്ത് കറക്റ്റ് സ്ഥലത്ത് വെക്കുന്നതൊക്കെ അതൊക്കെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ വയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പം അതിങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യായിരുന്നു കേട്ടോ. ഹായ്, ദിസ് ഈസ് ദ നെക്സ്റ്റ് ഡേ കേട്ടോ. ഞാൻ ഇന്നലെ ആക്ച്വലി രാത്രി ഏട്ടൻ്റെ വീട്ടിലായിരുന്നു. ഞങ്ങൾ അവിടെ സിനിമയൊക്കെ കണ്ട് അങ്ങ് കടന്നുറങ്ങി. ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. നമുക്കിതൊക്കെ എടുത്ത് വെക്കണം. നല്ല നല്ല മെസ്സായിട്ട് കിടക്കാം. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഡോണ്ട് മൈൻഡ് മൈ കോലം. ആക്ച്വലി എല്ലായിടത്തും മാറ്റാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞേരം ഇങ്ങനെ ബെഡ് കിടന്ന് പുറത്തോട്ട് നോക്കിയിരിപ്പായി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ദൃശ്യം 3 കണ്ട് പിന്നെ ഒരു വൈകുന്നേരം സന്ധ്യാസമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആദ്യം വയലിലൊക്കെ പോയി കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് എൻ്റെ ബ്രദറാണ് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു ചായയൊക്കെ കുടിച്ചിട്ട്. ഹായ്, അങ്ങനെ ഇന്ന് നൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കുന്നൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഫുഡൊക്കെ കഴിച്ച് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലായിരുന്നു. ഞാൻ അപ്പുറത്തെ ഡ്രസ്സൊക്കെ മടക്കി വെച്ച് അങ്ങനെയൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ കിടക്കാൻ സമയമായി. അങ്ങനെ കിടക്കാൻ വന്നിരിക്കുക. ഈ 3 ദിവസം ഞാൻ ഇങ്ങനെ എടുക്കണം എന്നല്ലായിരുന്നു ഉദ്ദേശിച്ചത്. ആക്ച്വലി എനിക്ക് ഫുൾ ഡേ ആയിട്ട് എടുക്കണം എന്ന് തന്നെ ഉണ്ടായിരുന്നു. ബട്ട് ഒന്നും കാണിക്കാൻ ആക്ച്വലി ഇല്ലായിരുന്നു. അതാണ് സംഭവം. ഇന്ന് പിന്നെയും ഉണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ പുറത്തൊക്കെ പോയി വൈകുന്നേരം ചായയൊക്കെ കുടിച്ച് ഇങ്ങ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനും ഏട്ടനും ചേച്ചിയും എൻ്റെ അനിയനും കൂടെ. അങ്ങനെയൊക്കെയാണ്. അപ്പം ഇനി എന്തായാലും ഞാൻ ഒരു ഫുൾ ഡേ തന്നെയായിട്ട് വ്ലോഗ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ശരി. ഇന്നത്തെ വ്ലോഗ്, ഈ ഒരു വ്ലോഗ് എന്തായാലും ഈ 3 ദിവസത്തെ വ്ലോഗ് ഞാൻ എന്തായാലും ഇവിടെ നിർത്തുകയാണ്. സോ ബൈ.